ബഹുമാനപ്പെട്ട സൈറസ് വേലമ്പറമ്പിലച്ചനെ നമ്മോട് രണ്ട് വാക്ക് മാൻവട്ടത്തിൻ്റെ അനുഭവത്തിൽ നമ്മോട് ഷെയർ ചെയ്യാനായിട്ട് ക്ഷണിച്ചുകൊണ്ട് ഞാൻ അച്ഛന് മൈക്ക് കൈമാറും. പ്രിയ ബഹുമാനപ്പെട്ട തറപ്പേലച്ച, സ്നേഹമുള്ള ഡാൻഡി സാറെ, എഴുതിയിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, പ്രിയ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, പെട്ടെന്നാണ് മാഗിക്ക് എൻ്റെ അടുക്കിലേക്ക് കൈമാറ്റം ഉണ്ടായത്. അപ്രതീക്ഷിതമായിരുന്നു. എങ്കിലും അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഒരാശ്വാസം. ഞാനിപ്പോൾ മാൻവട്ടത്തു നിന്ന് കളത്തൂർക്ക് മാറി. കളത്തൂർ പള്ളിയിലാണ്. മാൻവട്ടത്ത് ആയിരുന്നപ്പോൾ അവിടെ ഒരു നല്ല സംരംഭം, മാൻവട്ടം ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്നു. അത് ആരംഭിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോവിഡിൻ്റെ മൂർധന്യാവസ്ഥയിലായിരുന്നു. എല്ലാവരും വീടിനുള്ളിൽ അടച്ചിരുന്ന കാലഘട്ടത്തിൽ ഇപ്രകാരം ഒരു ആശയം എടുത്തിടുകയും കൃഷി കാര്യങ്ങൾക്ക് കൂടുന്നതിനും ചർച്ച ചെയ്യുന്നതിനും പാടത്തിറങ്ങുന്നതിനും യാതൊരു തടസ്സവും ഇല്ലാതിരുന്ന ഒരു സർക്കാരിൻ്റെ നിയമം ഉണ്ടായിരുന്നതിൻ്റെ ബലത്തിൽ പല ദളങ്ങൾ രൂപീകരിച്ചു. 4 ദളങ്ങൾ അപ്പോൾ അവിടെ തന്നെ അന്നപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. അത് ഒരടിസ്ഥാനമായിട്ട് പിന്നീട് 12 ദളങ്ങൾ കൂടെ രൂപീകരിച്ചു. 12 ദളങ്ങൾ കൂടെ രൂപീകരിച്ച് 16 ദളങ്ങൾ. ഒരു മൂല്യവർദ്ധിത സംരംഭം തുടങ്ങുക എന്നുള്ളൊരാശയമായിരുന്നു. അതനുസരിച്ച് പള്ളി യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. യോഗം ഇതിനു വേണ്ടിയിട്ട് 20 സെൻറ്റ് സ്ഥലം നീക്കിവെച്ചു. കമ്പനി തുടങ്ങുന്നതിന് കെട്ടിടം പണിയുന്നുള്ള കാശും പള്ളിയിൽ നിന്ന് തന്നെ അനുവദിച്ചു. അരമനയിൽ നിന്നുള്ള അനുവാദം ഇതിനെല്ലാത്തിനും യോഗം അയക്കേണ്ടതിനെ പാസ്സാക്കിയപ്പോൾ രൂപതയിൽ നിന്ന് പിതാവും നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളും ഇക്കാര്യത്തിലും പ്രോത്സാഹനം നൽകി. അങ്ങനെ സംരംഭവുമായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. പള്ളി കെട്ടിടം പണിതു. പ്ലാൻ അനുസരിച്ച് തന്നെ ആ കോവിഡിൻ്റെ മൂർധന്യാവസ്ഥയിൽ ഒരു ഓഗസ്റ്റ് 15-ന് പിന്നെ പിതാവ് തന്നെ വന്ന് ഈ സംരംഭത്തിൻ്റെ ആരംഭമിടുകയും ചെയ്തു. ഇതിനു വേണ്ടിയിട്ട് മിഷണറി കാണാനും കമ്പനി കാണാനും എല്ലാം പല യാത്രകൾ അക്കാലഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കാഞ്ഞിരമറ്റത്തും മുഴൂരും അതുപോലെ തന്നെ നീലൂർ ഫാക്ടറിയും പാമ്പാടിയുള്ള ഫാക്ടറിയും എല്ലാം പോയി സന്ദർശിച്ച് ഒരു പഠനം നടത്തിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ മെഷീനറി മേടിക്കാനായിട്ട് ചാലക്കുടിയിലും കട്ടപ്പനയിലും മഞ്ഞപ്രയിലും എറണാകുളത്തും എല്ലാ യാത്രകൾ നടത്തി പല പഠനങ്ങൾ നടത്തിയിട്ട് ആവശ്യമായ മെഷീനറികളും സ്ഥാപിക്കുകയുണ്ടായത്. 30 ലക്ഷം രൂപ 10 ലക്ഷം രൂപയുടെ ഒരു പദ്ധതിയായിട്ടാണ് ഇട്ടതെങ്കിലും കെട്ടിടം പണിതപ്പോൾ ഭംഗിയായിട്ട് തന്നെ നടത്തണമെന്നുള്ള ഇടവെക്കാൻ്റെ പ്രത്യേക താല്പര്യം കൊണ്ട് 30 ലക്ഷം പിരിച്ചു കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് മെഷീനറി വാങ്ങിച്ചു. കെട്ടിടം പള്ളിയുടെ റെൻറ്റഡ് ബിൽഡിംഗ് ആയിട്ട് കണക്കാക്കി. അതനുസരിച്ച് കെട്ടിടം പണി പൂർത്തിയാക്കി മെഷീനറി ഇൻസ്റ്റാൾ ചെയ്ത് ഭംഗിയായിട്ട് തന്നെ ഓഗസ്റ്റ് 15-ാം തീയതി പിതാവ് ഉദ്ഘാടനം ചെയ്ത് കമ്പനി ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ കമ്പനി മാനവട്ടത്തുള്ള 300ഓളം പേരുടെ ഷെയർ ഹോൾഡേഴ്സായിട്ടുള്ള ഫണ്ട് ശേഖരണത്തിലൂടെ കമ്പനി ആരംഭിച്ചു. ആ കമ്പനിയിൽ ഉള്ളത് എന്തൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു ഡ്രയർ മെഷീനുണ്ട്, അതുപോലെ തന്നെ എക്സ്പെല്ലർ, പൾവറൈസർ, എണ്ണയാട്ടാനുള്ള മെഷീൻ, കൊപ്ര ഉണക്കാനുള്ള കൊപ്ര, അതുപോലുള്ള കപ്പ, ചക്ക അങ്ങനെയുള്ള ഉണക്കാനുള്ള മെഷീൻ. കൂടാതെ നമുക്ക് അവിടെ പൊടിക്കാനുള്ള മെഷീനുകളുണ്ട്. പൊടിക്കുന്നത് അരി ഗോതമ്പ് പൊടിക്കാനൊരു മെഷീൻ, മുളക് പൊടിക്കാനൊരു മെഷീൻ, മഞ്ഞൾ പൊടിക്കാനൊരു മെഷീൻ, അതുപോലെ തന്നെ മല്ലി പൊടിക്കാൻ. കാരണം ഇത് രണ്ടും എല്ലാം മിക്സ് ചെയ്ത് ഒരു മെഷീൻ തന്നെ ഇട്ടാൽ ക്വാളിറ്റിയെ ബാധിക്കുന്നതുകൊണ്ട് ഓരോന്നിനും ഓരോ മെഷീൻ പ്രത്യേകം വെച്ചു.
ഇങ്ങനെ മെഷീനെല്ലാം മേടിച്ചാലും 30 ലക്ഷത്തിൽ പകുതിയോളം കറണ്ടിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഒരു ട്രാൻസ്ഫോമർ തന്നെ ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് മേടിക്കേണ്ട സാഹചര്യമുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കമ്പനി ഭംഗിയായിട്ട് മുന്നോട്ട് നീങ്ങുന്ന സാഹചര്യമുണ്ടായി. കമ്പനി ഭംഗിയായിട്ട് പോകുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് കോട്ടയത്തുള്ള PSWസിൻ്റെ കൂട്ടത്തിൽ പല അവസരത്തിൽ ഇതിനു വേണ്ടിയിട്ട് യാത്ര ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. രൂപതയിൽ നിന്ന് കിഴക്കേലച്ഛനും ഡാൻറ്റിസ് കൂടെ വന്ന് പല പ്രാവശ്യം ക്ലാസ് എടുക്കുകയും മീറ്റിങ്ങുകൾക്കെല്ലാം വരികയും ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും സഹകരണം ഉണ്ടായിരുന്നു എന്ന് പ്രത്യേക ഈ അവസരത്തിനടുത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ അപ്പോഴാണ് റെജി വർഗീസ് സാറ് ഇവിടെ വരാനും കാണുവാനായിട്ടിടയായത്. കോട്ടയം നബാർഡിൻ്റെ DDM അദ്ദേഹം ഒരു സജഷൻ വെച്ചു, നമുക്ക് എന്തുകൊണ്ടൊരു കമ്പനി ആയിക്കൂടാ. അപ്പോൾ അതുവരെയും മാനവട്ടം ഫുഡ് പ്രൊഡക്ട്സ് എന്ന പേരിലായിരുന്നു പേരിട്ടിരുന്നത്. ഇതിനെ ഒരു കമ്പനിയാക്കി മാറ്റുന്നത് നല്ലതല്ലേ, കമ്പനിയാക്കി മാറ്റിയെന്നാൽ ഗവൺമെൻറ് ചെറിയ സഹായങ്ങളൊക്കെ കിട്ടും, നല്ലൊരു സഹായം കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കമ്പനിയാക്കുന്നതിനെ കുറിച്ച് ആലോചന വന്നു. അതനുസരിച്ച് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ 10,000 കമ്പനികളിൽ ഒന്നായിട്ട് മാനവട്ടം ഫുഡ് പ്രൊഡക്ട്സിനെ മാറ്റി ഇപ്പോൾ മാനവട്ടം ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി എന്ന പേരിൽ അറിയപ്പെടുന്നു. ആദ്യ വർഷം തന്നെ 10% ലാഭവിഹിതം നൽകാനായിട്ട് സാധിച്ചു എന്നുള്ളത് കമ്പനിയുടെ വിജയത്തിൻ്റെ ഒരു തെളിവാണ്. ആദ്യ വർഷവും 10 ലക്ഷം നൽകി 10%, രണ്ടാം വർഷവും 10% ലാഭം നൽകി. ഇപ്പോൾ ഈ വർഷവും അതുപോലെ തന്നെ നൽകാൻ സാധിക്കും. അവിടെ പലതരത്തിലുള്ള ആവശ്യങ്ങളുമായിട്ടാണ് വരുന്നത്. അവിടെ നിന്ന് തന്നെ ഒരു ഔട്ട്ലെറ്റ്, വേറെ എങ്ങും ഒരു ഔട്ട്ലെറ്റും വെച്ചിട്ടില്ല. കമ്പനിയോട് ചേർന്ന് തന്നെയുള്ള ഒരു ഔട്ട്ലെറ്റിലൂടെ നടക്കുന്ന വിൽപ്പന മാത്രമാണ്. അത് സാമാന്യം നമുക്ക് ആവശ്യത്തിനുള്ള വിൽപ്പന ഉണ്ടെന്ന് പറയാം. കൂടുതലായിട്ടും വിദേശത്തുള്ള NRIക്കാരാണ് വാങ്ങിക്കാനായിട്ട് വരുന്നത്. ഇതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ശുദ്ധമായ ഭക്ഷണ സാധനങ്ങൾ ലഭ്യമാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമുള്ളൂ. ഒരു വിധത്തിലും മായം ചേർത്ത് ലാഭം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. മാനവട്ടത്ത് വന്നു കഴിഞ്ഞാൽ ശുദ്ധമായ ഭക്ഷണസാധനങ്ങൾ കിട്ടും എന്ന് എല്ലാവർക്കും ഉറച്ചു വിശ്വസിക്കാമെന്നുള്ള ആ ബലത്തിൽ ആളുകൾ വന്ന് വാങ്ങിക്കുകയും പ്രത്യേകിച്ച് NRIക്കാരും അതുപോലെയുള്ള ശുദ്ധമായ ഭക്ഷണം തന്നെ വേണം എന്ന താല്പര്യമുള്ളവരും അവിടെ വന്ന് മേടിക്കുന്നു. വില സ്വല്പം കൂടുതലായിരിക്കാം, പക്ഷേ വിഷം മേടിച്ച് വില കുറച്ച് രൂപയ്ക്ക് വിഷം മേടിക്കുന്നത് നല്ലത്. വില കൊടുത്ത് ശുദ്ധമായ ഭക്ഷണസാധനങ്ങൾ മേടിക്കുക. ചിലവ് വരുന്നതുകൊണ്ടാണ് വില കൂട്ടേണ്ടി വരുന്നത്, മനഃപൂർവ്വം വില കൂട്ടുന്നതല്ല. അപ്പോൾ ഭംഗിയായിട്ട് തന്നെ ഇപ്പോൾ 4ാം വർഷവും നടന്നു പോകുന്നു. എല്ലാവരുടെയും സഹകരണം മാനവട്ടത്തുള്ളവരും ഇവിടെ വന്നിട്ടുണ്ട്. ഭംഗിയായിട്ട് ഞാൻ പറയും, ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള സംരംഭങ്ങളെ ഇടവകയോട് ചേർന്ന് ഉണ്ടാകുന്നത് എപ്പോഴും ഇടവകയുടെ ആളുകളുടെ ആരോഗ്യത്തിന് ശുദ്ധമായ ഭക്ഷ്യസാധനങ്ങൾ ലഭ്യമാകുന്നതിന് അത് ഉപകരിക്കും. ഒരു പള്ളിയിൽ നിന്നോ അതുപോലെയുള്ള സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോൾ അതിനു വേണ്ടിയിട്ട് പ്രത്യേകം ലാഭത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അതിക്രമങ്ങൾ കൊള്ളയടിക്കേണ്ട കാര്യമില്ല, അമിതമായ ലാഭം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ആവശ്യത്തിന് കമ്പനി നടക്കാനുള്ള ലാഭം മതിയാകും. കമ്പനി ആ ലാഭം നൽകിക്കൊണ്ട് ശുദ്ധമായ ഭക്ഷ്യസാധനങ്ങൾ ലഭ്യമാക്കാനുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും നമുക്കുണ്ടാകേണ്ടതാണ്. പാലാ ശാന്തോം ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ഇക്കാര്യത്തിൽ നമുക്ക് വലിയ ഒരു പ്രചോദനമാണ്. രൂപത തലത്തിൽ ഈ ഇടവകളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ധാരാളം കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. സാധനങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വിറ്റഴിക്കാനുള്ള വേദിയും അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാകുന്നതിനെ സംസ്കരിച്ചെടുക്കാനും മൂല്യവർദ്ധന വിൽപ്പന ഉണ്ടാക്കാനും എല്ലാം ഇങ്ങനെയൊരു വേദി രൂപതാതലത്തിൽ തുടങ്ങിയ കിഴക്കേലച്ഛനെയും അച്ഛൻ്റെ ടീമുകളായിട്ടുള്ള ഡാൻറ്റിസ് പോലുള്ള ജോർജ് എല്ലാ അച്ഛന്മാരെയും ഇടത്തിനാലച്ഛനോട് ഇരിപ്പുണ്ട്. അച്ഛന്മാരെല്ലാവരെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കാനും കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. നമുക്ക് ഇത് പ്രത്യേകമായിട്ട് നിങ്ങൾ വന്ന എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.